ഭാര്യ ലിഷ എന്നോടൊപ്പം ചേരുകയാണ്. ഒരു വൈകാരികമായ നിമിഷമാണെന്നറിയാം, പക്ഷേ രാജ്യത്ത് തന്നെ അപൂർവമായ ഒരു വിധിയാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഇത്രയധികം പ്രതികൾക്ക് വധശിക്ഷ, എങ്ങനെയാണ് അതിനെ കാണുന്നത്? നീതിപൂർവമായ ഒരു സമീപനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. തെളിവുകൾ അതേപോലെ തന്നെ കോടതി സ്വീകരിച്ചു. ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ കൃത്യമായ രീതിയിൽ യഥാർത്ഥ കൾപ്രിൻസ് തന്നെ കോടതിയുടെ മുന്നിൽ എത്തിച്ചു. അത് നല്ല രീതിയിൽ തന്നെ പ്രോസിക്യൂട്ടർ പ്രസന്റ് ചെയ്തു. ഈ നഷ്ടത്തിനിടയിലും ഞങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമുണ്ട് വിധി. ഇങ്ങനെ വധശിക്ഷ എന്നുള്ളത് സാധാരണ ഇത്തരം കേസുകളിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, പക്ഷെ പലപ്പോഴും അങ്ങനെ ഒരു വിധിയിലേക്ക് ചിലപ്പോൾ അന്തിമഘട്ടത്തിൽ എത്താറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിധിയിലേക്ക് വന്നപ്പോൾ എന്താണ് ആ സമയത്ത് വിധി കേട്ടപ്പോൾ ഉണ്ടായൊരു ഫീല്? സത്യത്തിൽ ഞാനിത് പ്രതീക്ഷിച്ചതന്നെ, ഞങ്ങളെല്ലാവരും ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. ആഗ്രഹത്തേക്കാൾ എപ്പോഴും പ്രതീക്ഷിച്ചു. കാരണം അപൂർവമായ കേസ് തന്നെയായിരുന്നു ഇത്. സാധാരണ ഒരു കൊലപാതകം അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകം എന്ന നിലയിൽ ഇതിനെ കാണാൻ കഴിയില്ല. അത് ആ സമയത്ത് കണ്ട ഞങ്ങൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് അതിൻ്റെ ആ ഒരു എന്താ പറയേണ്ടത് ഭീകരത മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപൂർവങ്ങൾ തന്നെയാണ് അത് കോടതി കണ്ടു. അതാണ് ഈ കേസിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം എന്നുള്ളത്. സാധാരണ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളാകെ ആ സമയം തന്നെ പകച്ചുപോയി അല്ലേ? പകച്ചുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. കാരണം യാതൊരുവിധ ഒരു ഉറുമ്പിന് പോലും ദ്രോഹം ഉണ്ടാക്കാത്ത രീതിയിലുള്ളൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ ഇത്ര ഒരു ആക്രമണം വീടിൻ്റെ അകത്ത് കയറി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊരു സെക്കൻഡ് നമ്മൾ പകച്ചു എന്നല്ല പറയേണ്ടത്, വല്ലാത്തൊരു ഭീകരത സൃഷ്ടിച്ചു അവര്. ഷോക്ക് ലൈഫ് ലോങ് ഉണ്ടാവും, അത് മാറില്ല. കാരണം കണ്ണടച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡൈനിങ് റൂമിൽ കയറുമ്പോഴും ഞങ്ങൾക്ക് ആ സ്ഥലത്ത് ചവിട്ടാൻ പോലും പറ്റുന്നില്ല. അയ്യോ എൻ്റെ ഏട്ടൻ വീണ് കിടന്ന സ്ഥലമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആ സ്ഥലം ചവിട്ടാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഞങ്ങൾക്ക് ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് മുറിയിൽ കയറുമ്പോഴത്തേനും ഓർമ്മകൾ ഇങ്ങനെ. അതുകൊണ്ട് ലൈഫ് ലോങ് ഈ ട്രോമ ഞങ്ങളെ അങ്ങനെ തന്നെ പിന്തുടരും. പക്ഷെ അതിനിടയിലും ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു ശക്തിയോളം യഥാർത്ഥ പ്രതികളെ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി നിയമത്തിന് മുന്നിൽ. ആ ഒരു കാര്യം കോടതി സത്യം കണ്ടെത്തുകയും ചെയ്തു. പോലീസിനെ വല്ലാതെ പ്രകീർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത്രത്തോളം എല്ലാ തെളിവുകളും വന്നു അല്ലേ? ഡിജിറ്റൽ എവിഡൻസ് എല്ലാ തെളിവും സത്യത്തിൽ പോലീസ് ടീം നല്ല രീതിയിൽ പ്രവർത്തിച്ചു. കാരണം പോലീസിന്റെ അന്വേഷണത്തിൽ പോലീസിനും അറിയാലോ, വെറുതെ വേഗമായിട്ട് നടന്നൊരു ആളല്ല പുള്ളി. അത്രയും സത്യസന്ധനായ ഒരു മനുഷ്യനാണെന്നും യാതൊരു പെറ്റി കേസിൽ പോലും പ്രതിയാകാത്ത ഒരാളുടെ ഇത് പോലീസിനറിയാമല്ലോ നാട്ടില്. അത്രയും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും സമ്മതനായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസ്. അദ്ദേഹത്തിനുണ്ടായപ്പോൾ പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തി, സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടത്തി. രണ്ടാമതൊന്നും കോടതിക്ക് പോലും ചിന്തിക്കേണ്ടി വന്നില്ല വധശിക്ഷ, കാരണം തെളിവുകൾ അത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. കോടതിയിൽ നിരത്തിയ തെളിവുകൾ സ്ട്രോങ് ആയിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ദൃക്സാക്ഷികളല്ലേ, ഞാനും അമ്മയും ചെറിയ മോളും. ഞങ്ങളവരെ കോടതിയുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഓരോരുത്തരും ചെയ്ത പ്രവൃത്തി ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അമ്മേ, എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? കോടതിയുടെ വിധി സംതൃപ്തിയുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതാണ് അപ്പുറം. വിധി ഒരിക്കലും പകരമാകില്ല, പക്ഷെ ഒരു ആശ്വാസം ആകില്ല. ഞങ്ങളുടെ നഷ്ടം തന്നെയാണ്, ജീവിതകാലം മുഴുവനുള്ള നഷ്ടം. എന്നാലും അവർക്ക് ശിക്ഷ കിട്ടിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കോടതി വിധിക്ക് അപ്പോഴും പ്രകൃതിക്കൊരു നീതിയുണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുക. ഞങ്ങൾ നല്ല ഈശ്വര വിശ്വാസികളുമാണ്. ഇപ്പോൾ 10ാം പ്രതി അനുഭവിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലാണ്. അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. അദ്ദേഹം അനുഭവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബവും അനുഭവിക്കും. അതുപോലെ ഓരോ പ്രതികൾക്കുമുള്ള ശിക്ഷ ഭഗവാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ഒരുപക്ഷെ എനിക്കും അന്മയ്ക്കും കാണാൻ പറ്റില്ലായിരിക്കും, എൻ്റെ മക്കൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും അതിൻ്റെ ഓരോ ഇത്. മോളും കാണും, മോളും കണ്ടിട്ടേ പോകുള്ളൂ. അമ്മയ്ക്ക് അതിനുള്ള ആയുസ് ഉണ്ടാവില്ല, പക്ഷെ മോളും അത് കണ്ടേ പോകുള്ളൂ. കാണണം, ദൈവം കാണിക്കണം അത്. അതിനുശേഷം ഒരു പ്രാർത്ഥനകളൊക്കെ ആയിരിക്കും അല്ലേ? ഇങ്ങനെ ഓരോ നിമിഷവും പ്രാർത്ഥനയുണ്ട്. മഹാദേവൻ കൂടെ ഉണ്ട് ഞങ്ങളുടെ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന്. കാരണം സാധാരണ ഒരു കേസിലും ഒരുപാട് ചവിട്ടി പിടിച്ചു ഇവർ കേസ് പല വിധത്തിൽ മാറ്റാൻ. വക്കീലിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് 1 വർഷമാണ് കേസ് നീട്ടിക്കൊണ്ടുപോയത് വക്കീലിനെ. അതിനുവേണ്ടി ഞങ്ങളും പ്രവർത്തിച്ചു, നല്ലൊരു വക്കീലിനെ തന്നെ അവർക്ക് കിട്ടട്ടെ, പ്രഗത്ഭരായ അഡ്വക്കേറ്റ്സ് തന്നെ ഇതിനകത്ത് അപ്പിയർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെയാണ് പ്രഗത്ഭരായ പല സ്ഥലത്തു നിന്നും, കോഴിക്കോട് നിന്നും തൃശ്ശൂരിൽ നിന്നുള്ള എറണാകുളത്തു നിന്നുള്ള പ്രഗത്ഭരായ വക്കീൽ തന്നെയാണ് ഇതിനു വേണ്ടി ഹാജരായത്. എത്രയും പെട്ടെന്ന് വക്കീലിനെ കിട്ടി കോടതിയിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മൊഴി കൊടുക്കണമെന്നുള്ളത് തന്നെയാണ്. കാരണം അമ്മയുടെ പ്രായം അതിനൊരു വലിയ ഘടകമാണ്. കാരണം അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു വിധി ഉണ്ടാകണം. സ്വന്തം കൺമുന്നിൽ സ്വന്തം മകൻ, ആദ്യം അമ്മയെന്ന് വിളിച്ച മകനാണ് കൺമുന്നിൽ
സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവില്ല? കാരണം ഇങ്ങനൊന്നും ഒരു സംഭവം ഉണ്ടാകുന്നു, പിന്നെ അതിനോട് നമ്മൾ പോലീസിനോട് സഹകരിക്കേണ്ടി വരുന്നു, അങ്ങനെ അങ്ങനെ മുന്നോട്ടുള്ള അതൊരു ഒത്തിരി സമ്മർദ്ദം. അതും മാത്രമല്ല, 3 മുസ്ലിം സ്ത്രീകളാണ് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച് എൻ്റെ ഓഫീസിലും വീട്ടിലും വന്നത്. 3 മുസ്ലിം സ്ത്രീകൾ വന്നു. അവർ സ്നേഹപൂർവമായിട്ടുള്ള ഒരു പിന്നെ എന്താ പറയേണ്ടത്, ഭീഷണി. മോളിനി ഒന്നിനും പോവണ്ട. ഒരു പ്രായമുള്ള സ്ത്രീയാണ്. ഉമ്മ പറയുകയാണ്, മോളിനി ഒന്നിനും പോകണ്ട, മോക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്, അവരുടെ ആ പെൺകുഞ്ഞുങ്ങൾ ഇനി SDPIക്കാരുടെ കയ്യിൽ പെടാതെ മോള് നോക്കിക്കോ എന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു എനിക്ക്. ആ സമയത്ത് ഈ സംഭവം ഉണ്ടായ തൊട്ട് പിന്നാലെയായിരുന്നു എങ്ങനെയാണ്? അതെ, അത് ഒരു ഡിസംബറിൽ സംഭവം, മാർച്ച് മാസത്തിനകം, അതായത് ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിനകം തന്നെ 3 പേര്, 2 പേര് ഓഫീസിൽ വന്നു, ഒരു സ്ത്രീ വീട്ടിൽ വന്നു. എന്താണ് പറയാനുള്ളത്? സന്തോഷമുണ്ട്. അച്ഛൻ പോയതിൽ അച്ഛൻ്റെ വിടവ് ഇതാക്കാൻ പറ്റത്തില്ലെങ്കിലും നീതി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛൻ പോയ വിഷമം ഉണ്ട് എങ്കിലും സങ്കടത്തിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സന്തോഷമാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ. ഒരു വലിയ വേദനയായിരുന്നല്ലോ ഇത്, എങ്ങനെയാണ് അതിജീവിക്കാൻ കഴിയും? അതിജീവിക്കാൻ വളരെ വേദനയായിരുന്നു. അതിജീവിക്കാൻ അമ്മയും കൂട്ടുകാരും എല്ലാവരും അങ്ങനെ പോയി. ചേച്ചി, ഇവളെ ഒന്ന് ഓക്കെ ആക്കി എടുക്കുക എന്നുള്ളതായിരിക്കും ആ സമയത്തുള്ള, അതെങ്ങനെയായിരുന്നു? എന്താ പറയണ്ട, ഞങ്ങൾക്ക് മോൾ അന്ന് ആ സമയത്ത് പറഞ്ഞത് വെച്ചാൽ, അമ്മ നമുക്കും ഒപ്പം മരിച്ചേക്കാം, വിഷം കഴിക്കാം, നമുക്ക് മരിക്കാം, അച്ഛൻ പോയ സമയത്ത് നമുക്ക്. ഞാൻ അന്ന് പറഞ്ഞു കൊടുത്തു, മോനെ അതല്ല, ഈ പ്രതികളെ നമ്മൾ നേരിട്ട് കണ്ടതാണ്, നമുക്ക് നിയമത്തിന് മുന്നിൽ അവരെ കാണിച്ചു കൊടുക്കാൻ നമ്മൾ അതുവരെയെങ്കിലും നമ്മൾ ജീവിച്ചിരുന്നേ പറ്റൂ. ആ ഒരു വാശിയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. സത്യത്തിൽ പ്രതികൾക്ക് ശിക്ഷ കിട്ടണം, അതൊരു വാശിയായി. പ്രതികൾക്ക് ശിക്ഷ കിട്ടണം, അതൊരു വാശിയാണ്. ഭഗവാനോട് അതിൻ്റെ ഇരട്ടി കൊടുക്കണമെന്നുള്ള ഓരോ കണ്ണുനീർ തുള്ളിയിലും, കണ്ണുനീരല്ല വരുന്നത്, കണ്ണിൽ നിന്ന് ചോരയാണ് വന്നുകൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ. അതിനുള്ള ഇത് കിട്ടും എന്ന്. ഇപ്പം അത് കോടതി സത്യം പറഞ്ഞാൽ നിയമത്തിൻ്റെ വഴിക്ക് വിടുന്നു. ഞങ്ങൾ നീതിപീഠത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇത് ഇത്രയും വർഷമായിട്ട് കോടതിയിൽ കയറി 20 വർഷം പ്രാക്ടീസ് ഉള്ള ഒരു ലോയറാണ് കൊല്ലപ്പെട്ടത്. വെറുതെ വഴി കൂടെ നടന്ന ആൾക്കാരും അങ്ങനെ ഇങ്ങനെയും അല്ല. ഇവരുടെ വീട്ടിൽ കയറി ചെന്ന് ഇവരെ ആരും ഒന്നും ചെയ്തിട്ടല്ല, ഇവരുടെ സമൂഹത്തിനൊന്നും ചെയ്തിട്ടല്ല. എന്തിനാണ് അദ്ദേഹത്തെ, ഇവരെ എന്തെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ? അവർക്ക് പരമാവധി ശിക്ഷ കിട്ടണമെന്നുള്ളത് എൻ്റെ വാശി തന്നെയായിരുന്നു. അതിലുപരിയുള്ള വാശി, ഒരു ദിവസം പോലും ഇവർ ജാമ്യത്തിൽ ഇറങ്ങരുതെന്നുള്ളത്. തൊട്ട് പിന്നാലെ ഞാനും പ്രോസിക്യൂട്ടറും സംഘവും എല്ലാം ഉണ്ടായിരുന്നു. മോളെ, ഇങ്ങനൊരു വിധി വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? അമ്മയൊക്കെ പറഞ്ഞു തരുമ്പോൾ അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചോ? പ്രതീക്ഷിച്ചിരുന്നു. ഇങ്ങനെ വധശിക്ഷ തന്നെ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. കാരണം അച്ഛനെ അവർ ഉപദ്രവിച്ചത് സാധാരണ ഒരു കൊലയായിട്ട് മാറ്റാൻ പറ്റുന്നതല്ലായിരുന്നു. അച്ഛൻ്റെ മുഖം പോലും ശരിക്ക് കാണാൻ പറ്റാത്ത ഒരു രീതിയായിരുന്നു. അച്ഛൻ്റെ മുഖം കണ്ട് സത്യത്തിൽ ഞാൻ പേടിച്ചു പോയായിരുന്നു. എപ്പോഴും എൻ്റെ ചിരിച്ചോണ്ട് തന്നെ മോളേന്ന് വിളിക്കുന്ന അച്ഛൻ്റെ മുഖം അല്ലായിരുന്നു അത് കണ്ടിരുന്നത്. വധശിക്ഷ തന്നെ കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഈ ഒരു വിടവ് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് മോളെ? ഓവർകം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓരോ നിമിഷവും ഞങ്ങൾക്ക് ആ നഷ്ടബോധം കൂടെയുണ്ട്. ഞങ്ങൾ ഇതുവരെ ഓവർകം ചെയ്തിട്ടില്ല. ആ കുഞ്ഞും ഓരോരുത്തരും യാത്ര പോകുമ്പോഴും ഇത്രയും തിരക്കിനിടയ്ക്ക് ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യനാണ്. ഞങ്ങളിതുവരെ ഓവർകം ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ പറ്റുമെന്നും തോന്നുന്നില്ല. നഷ്ടം തന്നെയാണ്. ആ ശൂന്യത വളരെ വലുതാണ്. ഇവരെയൊക്കെ കാര്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു ഫാമിലി മാൻ ആയിരുന്നു അല്ലേ? അതെ. എല്ലാവർക്കും എല്ലാത്തിലും ഒത്തിരി തിരക്കുകളുണ്ട്. ഒരുപാട് എന്താ പറയണ്ട, ഒരുപാട് ചുമതലകളുടെ ഉത്തരവാദിത്തം, വക്കീൽ പണിയും, അതോടൊപ്പം തന്നെ കുടുംബത്തെ ചേർത്ത് പിടിച്ചിരുന്നൊരു മനുഷ്യനാണ്. അത് നികത്താൻ പറ്റില്ല. അതൊരു വിധത്തിൽ ആ ശൂന്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ ആ പ്രാക്ക് ഓരോ നിമിഷവും അമ്മമാർക്കെതിരെ ഉള്ള തീക്കനലായിട്ട് കൂടിയിരിക്കും ഭഗവാന്റെ അടുക്കലെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നിയമത്തിൻ്റെ വഴി വേറെ, പക്ഷെ ഭഗവാന്റെ ശിക്ഷ വേറെയുണ്ട്. അജിത്തിൻ്റെ സഹോദരൻ കൂടിയാണ്. ഈ ഒരു വിടവുണ്ടായപ്പോൾ പിന്നെ ഇതിനൊക്കെ താങ്ങായി നിൽക്കേണ്ട ആളാണ് താങ്കൾ. എങ്ങനെയായിരുന്നു ഒരു അതിജീവനത്തിൻ്റെ യാത്ര? ആദ്യമൊന്നും മനസ്സിലായില്ല. ഇതെന്താ സംഭവിക്കുന്നുവെന്നും എന്താ സംഭവിച്ചതെന്നും ഒന്നും മനസ്സിലായില്ല. എന്തോ തലയിൽ അടികിട്ടിയ പോലൊരു പ്രതീതിയായിരുന്നു ആദ്യമൊക്കെ. പിന്നെ പതുക്കെ മനസ്സിലായി നമ്മൾ തന്നെ ആണ് മുമ്പോട്ട് വരേണ്ടത്. കാര്യം ഈ കേസിൽ എൻ്റെ വീടിൻ്റെ അകത്ത് വെച്ച് നടന്ന സംഭവമാണ്. അപ്പം ഞങ്ങളാണ് കണ്ടത്, അമ്മയും ചേച്ചിയും ഞാനും മോളുമാണ് കണ്ടത്. അപ്പം ഞങ്ങൾ പിന്നോട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് അങ്ങനെ ഈ കേസ് ഒന്നുമില്ലാതായിപ്പോവും. അതുകൊണ്ട് നമുക്ക് ചേട്ടനെ നഷ്ടപ്പെട്ടത് എങ്ങനെയെങ്കിലും ഇതിന് കാര്യം
ഞങ്ങളെക്കാൾ കൂടുതൽ ഈ സമൂഹത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആളെ വീട്ടിൽ കിട്ടാറില്ല, ഞങ്ങൾക്കൊന്നും കാണാൻ പോലും കിട്ടാറില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഒരു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സമൂഹത്തിൽ ഫുൾ ടൈം ഓടി നടന്ന കാര്യങ്ങൾ ചെയ്തു തന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനൊരു വിധി വന്നപ്പോൾ, അതും അഡ്വക്കേറ്റ് ആയിട്ട് ഒരാൾ, ഇങ്ങനെ ഒരു വിധി വന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്ലോലി നമുക്ക് മനസ്സിലാക്കി, കാര്യം ഞങ്ങൾ പിറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ കേസ് എവിടെ എത്തിയിട്ടില്ലാന്ന്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ആ മനസ്സിലാക്കി തന്നെയാണ് അത് മുമ്പോട്ട് പോയത്. ഓരോരോ സ്റ്റെപ്പും. ഞാൻ വേറൊരു സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്, വരുന്നതും പോകുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ അതൊന്നും നമ്മുടെ മുമ്പിൽ ഒരു വിഷയമായി വന്നില്ല. നമുക്കതിലും വലിയൊരു മിഷൻ ഉള്ളതുകൊണ്ട് അത് എങ്ങനെയും എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചേച്ചിയും എല്ലാവരും ഇവിടെയുള്ള പ്രോസിക്യൂഷൻ ടീമിൽ നിന്ന് നമുക്ക് എത്ര പറഞ്ഞാലും ഞാൻ എൻ്റെ മുഴുവൻ ജീവിതം കടപ്പെട്ടിരിക്കും അവരോടൊക്കെ. കാര്യം ഞങ്ങളെക്കാൾ കൂടുതൽ അത് മനസ്സിലാക്കി അതിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിലോട്ടും പോയി ഇതിനെ ഇവിടം വരെ എത്തിക്കാൻ ശ്രമിച്ച പ്രതാപ് സാറ്, ഹരീഷ്, ശ്രീദേവി മാഡം, ശില്പ, ഇവരൊക്കെ എക്സലൻറ്റ് ജോബാണ്. അതുപോലെ തന്നെ പോലീസിനെയും ഞങ്ങൾ എടുത്തെടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർ നിഷ്പക്ഷമായിട്ട് ഇതിൻ്റെ പുറകിൽ പോയി എന്നുള്ളതാണ്. ആ ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ അവർ പോയി ഇതിൻ്റെ പുറകിൽ പോയതുകൊണ്ടാണ് അവർ ഇത്രയും തെളിവുകളും ഇതെല്ലാം അവർക്ക് കിട്ടിയത്. അപ്പോൾ അതൊരു വളരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇതുണ്ട്. സോ അങ്ങനെയാണ് നമ്മളിപ്പം. പിന്നെ ഈ വിടവെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും പിന്നെ ഓരോ മിനിറ്റിലും നമുക്ക് ഇപ്പോഴും എൻ്റെ ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സ്ഥിരം വീട്ടിലുണ്ടാകാറില്ല. അപ്പോൾ ഇപ്പോഴും ഏതോ മീറ്റിങ്ങിന് പോയി വൈകുന്നേരം തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് പുള്ളി ഇല്ല എന്നുള്ളൊരു തോന്നൽ എനിക്കിപ്പോഴും വന്നിട്ടില്ല. സ്ഥിരം വീട്ടിൽ വന്നാൽ ഞാൻ എപ്പോഴും കളിയാക്കുന്നൊരു കാര്യം ആളെ കാണാറില്ലല്ലോ എന്നുള്ളത്. ലാസ്റ്റ് ദിവസം കാണുമ്പോഴും ഞാൻ 17-ാം തീയതി ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പേ കാണുമ്പോഴും എന്നെ കണ്ടുകൊണ്ട് പോകാതെ അവിടെ ഇരുന്ന് ഞങ്ങളന്ന് ഒരു 5-6 മണിക്കൂർ സംസാരിച്ച്. അപ്പം എനിക്കതുകൊണ്ട് ചേട്ടൻ ഇല്ലാന്നൊരു ഫീലിംഗ് ഇല്ല. കാര്യം ഇപ്പോഴും വൈകുന്നേരം എപ്പോഴും തിരിച്ചു വരുന്നുള്ളൊരു പ്രതീക്ഷയുടെ പുറത്താണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത്. മോള് ഈ അച്ഛനെ കൊന്നവരോട് എന്തെങ്കിലും പറയണം തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മനസ്സിലെന്തെങ്കിലും അങ്ങനെ ഉണ്ടായോ? എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു. എന്തേലും പ്രതികാരം ഉണ്ടെങ്കിൽ പ്രതികാരമുള്ളവർ ചെയ്യണം. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛൻ എന്തിനാ ഒരു കൊല്ലുന്നത്? എൻ്റെ അച്ഛൻ ആരും ഉപദ്രവിക്കാത്ത ഒരാളാണ്. ഉറുമ്പിനെ പോലും അച്ഛൻ അറിഞ്ഞോട് ഉപദ്രവിച്ചിട്ടില്ല. അച്ഛൻ അത്രയും ക്രൂരമായിട്ട് കൊല്ലാനും വേണ്ടി എന്ത് പകയാ അച്ഛൻ ചെയ്ത്? ഒരു കാരണവുമില്ല. വൈകാരികമാണ് പ്രതികരണം. കുഞ്ഞുമോള് ചോദിക്കുന്നത് ആരെയും ഉപദ്രവിക്കാത്ത അച്ഛനെ എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. എന്തായാലും ആ കുടുംബം വളരെ വൈകാരികമായി തന്നെ പ്രതികരിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി അവർ സഞ്ചരിച്ച വഴികളെക്കുറിച്ച് അവർ ചൂണ്ടിക്കാട്ടുകയാണ്. പ്രത്യേകിച്ച് ഈ 4 പേരും കൊലപാതകം നേരിട്ട് മുന്നിൽ കണ്ടവരാണ്. അതിൻ്റെ ഒരു ആഘാതം ഒരു കാലത്തും അവസാനിക്കില്ല എന്നുകൂടി അവർ ചൂണ്ടിക്കാട്ടുകയാണ്. എന്തായാലും രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കുടുംബത്തിൻ്റെ അമ്മയുടെയും ഒപ്പം തന്നെ ഭാര്യയുടെയും മകളുടെയും സഹോദരൻ്റെയും പ്രതികരണമാണ് കണ്ടത്.